പുതിയ പണപ്പെട്ടി നാളെ വെക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു. എന്താണ് സംഭവം? വീണ്ടും ഒരു പണപ്പെട്ടി വരാൻ പോവുകയാണോ? കുറച്ച് അപ്ഡേറ്റുകൾ ഉണ്ട്, പറയാം. ശുഭപ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്തായിരിക്കും ട്വിസ്റ്റ് ആവും എന്നാ നടക്കാൻ പോകുന്നത് എന്താണെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ഫാസ്റ്റ് ജെനുവിൻ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ വേണം. അപ്പോൾ പണപ്പെട്ടി നമുക്കറിയാം, സായി പണപ്പെട്ടി ഒരെണ്ണം എടുത്തു. അതുകൊണ്ട് പണപ്പെട്ടി ഒന്നുകൂടി വെക്കാനുള്ള ഒരു എന്താ പറയുക തീരുമാനം അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ ബിഗ് ബോസ് ടീമിനകത്ത് നടക്കുന്നു എന്നാണ് അറിഞ്ഞത്. കാരണം ഈ പറയും പോലെ ഒരാഴ്ചയിലെ 3 ദിവസം ഓട്ടിക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റാണ് പണപ്പെട്ടി. ഈ പണപ്പെട്ടി ഒറ്റ ദിവസം കൊണ്ട് തീർത്ത് കയ്യിൽ പൂട്ടിക്കൊടുത്ത ആര്? സായി. ഒറ്റ ദിവസം കൊണ്ടൊന്നും പോരാ, 10 മിനിറ്റ് കൊണ്ട് 10ാമത്തെ മിനിറ്റിൽ സായി വന്ന് പെട്ടിയെടുത്തു അല്ലേ? അപ്പോൾ ആ പരിപാടി തീർന്നു. അപ്പം അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു പെട്ടി വെക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു ഡിസ്കഷൻ നടക്കുകയാണ്. പക്ഷേ ഒരു 90%, ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷൻ പറഞ്ഞു, ഒരു 90% പുതിയ പണപ്പെട്ടി വെക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഞാൻ അറിഞ്ഞത് ഇങ്ങനെയാണ്, പുതിയ പണപ്പെട്ടി വെക്കാനുള്ള ഡിസ്കഷൻസ് നടക്കുന്നു. ഏതാണ്ട് ഒരു രാവിലെ ഒരു 10-11 മണി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ വൈകുന്നേരം പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ പുതിയ പണപ്പെട്ടി വെച്ചോ എന്ന് എനിക്കറിയില്ല. രാവിലെ ഒരു 10-11 മണി കഴിഞ്ഞിട്ട് അറിഞ്ഞ ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. അപ്പോൾ പണപ്പെട്ടി വെക്കാനുള്ള സാധ്യത, ഒരു പുതിയ പണപ്പെട്ടി വെക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു സീസണിൽ 2 പണപ്പെട്ടിയാണോ എന്ന്? വെച്ചിട്ടുണ്ട്. നമ്മുടെ തമിഴ് ബിഗ് ബോസ് സീസൺ, തമിഴെന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും ഇപ്പോൾ കലി വരും. ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമയോടെ കേൾക്കണം. തമിഴ് ബിഗ് ബോസ് സീസൺ 6 ഇതുപോലെ തന്നെ 100ാമത്തെ ഡേ പണക്കിഴി വെക്കുന്നുണ്ട്. 3 ലക്ഷത്തിൻ്റെ പണക്കിഴി വെക്കുമ്പോൾ കതിരവൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് വെച്ച സ്പോട്ടിൽ ഈ സായി എടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. വെച്ച സ്പോട്ടിൽ തന്നെ വന്ന് കത്രിക വെച്ച് മുറിച്ചെടുത്തുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട് പണപ്പെട്ടി. അപ്പോൾ ബിഗ് ബോസ് എന്ത് ചെയ്തു? പിറ്റേ ദിവസം, അന്നത്തെ ദിവസമല്ല, പിറ്റേ ദിവസം വീണ്ടും ഒരു പണപ്പെട്ടി കൂടെ വെച്ചു. 3 ലക്ഷത്തിൽ തന്നെയാണ് വെച്ചത്. അത് 3 ലക്ഷമായി, 4ആയി, 5ആയി, അവസാനം 11.25 ലക്ഷം. 11.25 ലക്ഷം ആയപ്പോഴത്തേക്കും അമുതവനൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് 103ാമത്തെ ഡേ എടുത്തുകൊണ്ട് പോയി. ആദ്യം 100ാമത്തെ ഡേ വെച്ചു, അപ്പം തന്നെ ഒരാൾ എടുത്തു. പിന്നെ 101ാമത്തെ ഡേ ബിഗ് ബോസ് വെച്ചിട്ട് 101ഉം 102ഉം അത് അവിടെ ഇരുന്ന് 103ന് 11.25 ലക്ഷം ആയപ്പോൾ എടുത്തുകൊണ്ട് പോയി. ബിഗ് ബോസ് ആണ് സംഭവമെങ്കിൽ ഇതെല്ലാം നടത്തുന്ന ഒരു കമ്പനിയാണ്, എൻ്റെ മോൾ ഷൈനാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് പണപ്പെട്ടി പുതിയ ഒന്ന് വരാൻ 90% സാധ്യതകളുണ്ട്. കാരണം ഈ പറഞ്ഞ സെയിം സിറ്റുവേഷനാണ് തമിഴിൽ നടന്നത്, സെയിം സിറ്റുവേഷൻ. അപ്പോൾ പുതിയതായിട്ടൊരു പണപ്പെട്ടി വരാൻ സാധ്യത ഉണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഉറപ്പൊന്നുമല്ല. അങ്ങനെ ഒരു മീറ്റിംഗ്, പണപ്പെട്ടി പുതിയതായിട്ടൊന്ന് വെച്ചാലോ, ഒരു പണപ്പെട്ടി കൂടി വെച്ചാലോ എന്നൊരു ഡിസ്കഷൻ നടക്കുന്നതായിട്ടാണ് അറിയാൻ പറ്റിയത്. നമുക്ക് നോക്കാം പുതിയ പണപ്പെട്ടി വരുമോ എന്ന്. അതിന് ഇന്ന് വെച്ചോ എന്നെനിക്ക് അറിയില്ല. ഞാൻ രാവിലെ ഒരു ഡിസ്കഷൻ നടന്നു എന്നുള്ളൊരു ഭാഗം മാത്രമാണ് പറഞ്ഞത്. ഇന്നിനി വെക്കാം, വെക്കാതിരിക്കാം, പക്ഷെ വെക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം നമ്മുടെ വീട്ടിൽ ഇനിയും ഉണ്ട് 8 പേർ ഉള്ളത്. ഇനി എത്ര ദിവസമുണ്ട്? 12 ദിവസവും 8 പേരും ഉണ്ട്. പണപ്പെട്ടി വെച്ച് ഒരാളെ കൂടി വെളിയിലാക്കി കഴിഞ്ഞാൽ വീക്കെൻഡ് ആകുമ്പോൾ ഒരാളെ വെളിയിലാക്കിയാൽ മതി. അപ്പോൾ പിന്നെ എത്ര പേരായി? അപ്പോൾ കറക്റ്റ് 6 പേരായി. ഒരു മിഡ് വീക്ക് കൂടെ നടത്തി കഴിഞ്ഞാൽ സുഖമായിട്ട് ഇവർക്ക് ടോപ്പ് 5 ഡിക്ലെയർ ചെയ്യാം. നോക്കാം നമുക്ക് അങ്ങനെ കാണിക്കുമോ, അതോ വേറെ എന്തെങ്കിലും ടാസ്കുകളൊക്കെ കൊണ്ടുവന്ന് നിറയ്ക്കുമോ. ലൈവിൽ ഇപ്പോൾ റഷി ജാസ്മിനും ഒക്കെ ആയിട്ട് നമ്മുടെ ആ കണ്ണാടിയിൽ പോയി നേരിട്ട് നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു സംഭവമില്ല, ചത്ത ലൈവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വീഡിയോ അപ്ഡേറ്റ് ആയിട്ട് വരാം, ലൈവ് അപ്ഡേറ്റ് വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഇപ്പം തന്നെ മറക്കാതെ ഫോളോ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.